സെപ്റ്റംബർ മാസത്തിലെ ആദ്യത്തെ 2 വർക്കിൻ്റെ വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ സെപ്റ്റംബർ 1-ൻ്റെയും 2-ൻ്റെയും വീഡിയോ ആണ് കേട്ടോ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ സെപ്റ്റംബർ മാസത്തിലെ ആദ്യത്തെ വർക്ക് വരുന്നത് ശ്രീകാര്യം ചെമ്പഴന്തിയിലായിരുന്നു. അങ്ങനെ രാവിലെ ഒരു 10:30-ക്കായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് കൊറിയേഴ്സ് അയക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം ഇൻസ്റ്റാ ത്രൂ എനിക്ക് വന്നിട്ടുള്ള ഓർഡേഴ്സ് ആയിരുന്നു. അങ്ങനെ കുറേ കൊറിയറുകളൊക്കെ പാക്ക് ചെയ്തു. ഒരു 10-10:30 ആവുന്ന ടൈമിലായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. മോർ ദാൻ ഒരു 50 കോൺസോളം ഞാനിപ്പോൾ ഈ ഒരു ബാച്ചിൽ കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ DTDC പോയി കഴിഞ്ഞാൽ വലിയ പാടൊന്നുമില്ല. ട്രാക്കിംഗ് ഡീറ്റെയിൽസ് എല്ലാവരും എനിക്ക് വാട്സാപ്പിലാണ് അയക്കുന്നത്. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്യുമോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നേരെ കൊറിയർ അയച്ചിട്ട് ബ്രദർ നമ്മളെ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി നമ്മൾ ബസ്സിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇതാണ് ആലങ്കോട് ജംഗ്ഷൻ. ബസ് കയറണമെങ്കിൽ ഒന്നുകിൽ ഞാൻ ആറ്റിങ്ങലാണ് പോകാറ്, ഇല്ലെങ്കിൽ ആലങ്കോട് നിൽക്കും. ട്രിവാൻഡ്രത്തോട്ടാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ബസ് ഇവിടെ കിട്ടും. അങ്ങനെ ഇവിടെ വന്ന് നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് നിന്നേ ഉള്ളൂ. അതിന് മുന്നേ ബസ് വന്നിട്ടുണ്ടായിരുന്നേ. ആദ്യത്തെ ലൊക്കേഷൻ വരുന്നത് ശ്രീകാര്യം ചെമ്പഴന്തിയിലായിരുന്നു കേട്ടോ. വലിയ പാടൊന്നും ഇല്ലായിരുന്നു പോകാനായിട്ട്, കാരണം ഞാൻ ഓൾറെഡി ഈ ഒരു ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഞാനത് ബ്രൈഡുമായിട്ട് വിളിച്ച് ക്ലിയർ ചെയ്തിട്ടേ പോകത്തുള്ളൂ. ഇപ്പോൾ ബസ്സുകളിലൊക്കെ ഒരുപാട് തിരക്കാണ്, ഇരിക്കാൻ സീറ്റ് പോലും കിട്ടാറില്ല. പകുതിയൊക്കെ എത്തുമ്പോഴത്തേക്കാണ് കേട്ടോ സീറ്റ് കിട്ടുന്നത്. പക്ഷേ ചെങ്കോട്ട് ഓണത്തോട്ട് പോകുന്ന ബസ്സിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് സീറ്റ് കിട്ടിയായിരുന്നു. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നിന്ന് പിന്നെ ഓട്ടോ വിളിച്ചിട്ടായിരുന്നു ബ്രൈഡിൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അവിടെ എത്തിയപ്പോഴത്തേക്കാണ് ചേച്ചിയുടെ എൻഗേജ്മെൻ്റ് ആണെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. ഞാൻ കരുതി വെഡ്ഡിങ്ങിന് തന്നെ ബുക്ക് ചെയ്തിരിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എൻഗേജ്മെൻറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ചേച്ചി ഇത്രയും സിമ്പിളായിട്ടുള്ള ഈ ഒരു ഡിസൈൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിമ്പിൾ ഡിസൈൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാ ബ്രൈഡ്സും യൂഷ്വലി ഈ ഒരു ഡിസൈനാണ് പ്രിഫർ ചെയ്യാറ്. പിന്നെ അതിനിടയ്ക്ക് ആൻറ്റി കുടിക്കാനായിട്ട് ചായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 2 മണിക്കൂർ എടുത്തിട്ടാണ് ഈ ഒരു വർക്ക് നമ്മൾ ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്ക് സൈഡിൽ ചേച്ചി തന്നെയായിരുന്നു റെഫറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതും ഒരു ആന വന്നിട്ടുള്ള ഒരു മണ്ഡല ഡിസൈൻ ആയിരുന്നു. ആൾക്ക് ലോട്ടസും ആനയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിൽ നിന്നപ്പോഴത്തേക്കാണ് ഒരുപാട് അണ്ണാനെ കണ്ടു കേട്ടോ. ഈ ഒരു മരം ഫുൾ അണ്ണാനായിരുന്നു. കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അണ്ണാൻ്റെ ക്ലിപ്സുകൾ. ഇപ്പം എല്ലാവരും വിചാരിക്കുന്നത് അണ്ണാനെ എപ്പോഴും കാണുന്നതല്ലേന്നാണ്. പക്ഷേ ഇത്രയും അണ്ണാനെ ഒരു മരത്തിനകത്ത് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞു. നമ്മളത് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഫുഡ് കഴിച്ചിട്ടേ പോവാവുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. തിരിച്ച് കയറിയപ്പോഴത്തേക്കും ബസ്സിൻ്റെ അവസ്ഥ ഇതാണ്. ശ്രീകാര്യം മുതൽ ആറ്റിങ്ങൽ വരെ ഞാൻ നിന്നിട്ടാണ് ഉണ്ടായിരുന്നത്. സീറ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എല്ലാം സഹിക്കാൻ പറ്റും, പക്ഷെ ഒട്ടും സഹിക്കാൻ പറ്റാത്തതാണ് ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ നിൽക്കുക എന്നുള്ളത്. അത്രയും നേരം നമ്മുടെ കാല് വീണ്ടും കഴിച്ചൊടിയും കേട്ടോ. അത് ഒടുക്കത്തെ തിരക്കായിരുന്നു ആറ്റിങ്ങൽ എത്തിയപ്പോഴും. അങ്ങനെ നമ്മുടെ 1-ാം തീയതിയിലെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കാണാൻ പോകുന്ന വീഡിയോസ് 2-ാം തീയതിയിൽ രാവിലെ ശാസ്താംകോട്ട പോകുന്നതാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 1-1.5 മണിക്കൂർ 2 മണിക്കൂർ അടുപ്പിച്ചിട്ട് ട്രാവൽ ഉണ്ട് കേട്ടോ ശാസ്താംകോട്ടയിലോട്ട്. അതും ബസ്സിലാണെന്നുണ്ടെങ്കിൽ പിന്നും ഡിലേ ആവും. അപ്പോൾ രാവിലെ ഒരു 7 മണിയാവുന്ന സമയത്തായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരെ നമ്മൾ ആറ്റിങ്ങൽ പോയിട്ടാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. കാരണം ആറ്റിങ്ങൽ KSRTC കയറുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കിട്ടും ഇരിക്കാനായിട്ട്, കാരണം ഇത്രയും ലോങ് അല്ലേ. മാത്രമല്ല ചിലപ്പോൾ നമ്മുടെ അവിടെ നിന്ന് തന്നെ എടുക്കുന്ന ആ ഡിപ്പോയിൽ നിന്ന് തന്നെ എടുക്കുന്ന ബസ്സസും കാണും. അതുപോലെ ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് വരുന്ന ബസ്സസും കാണും. പിന്നെ ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് വരുന്ന ബസ്സസ് ആണെന്നുണ്ടെങ്കിൽ പൊതുവേ സീറ്റ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരെ ആറ്റിങ്ങൽ പോയത്. പക്ഷേ അവിടെ എത്തുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ തന്നെ വേറൊരു ബസ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കിട്ടിയ ബസ് എന്ന് പറയുന്നത് സെൻട്രലിൽ നിന്ന് വന്നിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷെ അതിലെനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ബ്രൈഡിൻ്റെ വീട്ടിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചവറയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ശാസ്താംകോട്ട ബസ്സിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് വീണ്ടും ഓട്ടോയൊക്കെ പിടിച്ച് നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിലെത്തി. വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രൈഡിൻ്റെ കസിൻ്റെ കയ്യിലായിരുന്നേ. അപ്പോൾ ഒരു സെമി ബ്രൈഡൽ ലുക്കായിരുന്നു നമ്മളെ കസിൻ്റെ കയ്യിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ബ്രൈഡ് വന്നിട്ടുണ്ടായിരുന്നത്. ആൾ വീട്ടിലില്ലായിരുന്നു കേട്ടോ. ബ്രൈഡ് എന്ന് പറയുന്നത് ഭയങ്കര മിനിമൽ ഹെന ലവറായിരുന്നു. പിന്നെ ഫീറ്റിലും కొన్ని ഡിസൈൻ ചെയ്തു. കൈയുടെ ഫ്രണ്ടിലും ബാക്കിലും ഭയങ്കര മിനിമൽ ആയിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. വൈകിട്ടൊരു 4 മണി 5 മണിയൊക്കെ ആവുന്ന സമയത്തായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. തിരിച്ച് വീടെത്തിയപ്പോഴത്തേക്ക് രാത്രി 9 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വ്ളോഗായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ, സീ യു.